അങ്ങോട്ട് സുമയുടെ ജീവിതം അത് വളരെ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. നിലവിൽ PSC പരീക്ഷ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സുമയ. അപ്പോൾ സുമയാക്ക് സർക്കാർ ഒരു ജോലി സർക്കാർ ജോലി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം നഷ്ടപരിഹാരം അത് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അങ്ങനെയാണ് ഇന്നത് പുറത്ത് കൊണ്ടുവന്നത്. എന്തായാലും അത് എടുക്കാൻ കഴിയില്ല എന്ന് ഇതൊക്കെ സംബന്ധിച്ച് തീരുമാനിക്കുമ്പോൾ നമുക്കതിൽ പൂർണ്ണമായി അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇനി അങ്ങോട്ട് സുമയുടെ ജീവിതം അത് വളരെ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. നിലവിൽ PSC പരീക്ഷ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സുമയ. അപ്പോൾ സുമയാക്ക് സർക്കാർ ഒരു ജോലി സർക്കാർ ജോലി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം നഷ്ടപരിഹാരം അത് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം. പിന്നെ മറ്റൊന്ന്, നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് പിഴവ് പറ്റിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കാണ് പിഴവ് സംഭവിച്ചത്? അവിടെ അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി ആരോഗ്യവകുപ്പും സർക്കാരും എടുക്കേണ്ടതുണ്ട്. അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ ഡോക്ടറിനെതിരെ കൺട്രോൾമെന്റ് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു. അതിനുശേഷം ഈ അന്വേഷണം ACPയുടെ നേതൃത്വത്തിൽ നടന്നു. രണ്ടാമത് വീണ്ടും സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു. പക്ഷെ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നത് മെഡിക്കൽ ഡയറക്ടർ ഓഫീസിൽ നിന്നും ഒരു റിപ്പോർട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ലായിരുന്നു. കൃത്യമായി സർക്കാർ എന്തുകൊണ്ട് ഇത് മറച്ചു വയ്ക്കുന്നു? കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണം ആർക്കാണ് പിഴവ് സംഭവിച്ചത്. ഇപ്പോൾ രാജീവ് ഡോക്ടർ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നൊരു വാർത്ത നമ്മൾ പത്രത്തിൽ കണ്ടായിരുന്നു. ഏതൊരു യുവ ഡോക്ടറിനാണ് പിഴവ് പറ്റിയിരുന്നത്. അത് ആരായിരുന്നാലും അവിടെ ജനറൽ ഹോസ്പിറ്റലിൽ അന്നേ ദിവസം സർജറി നടന്ന സമയത്ത് ICUവിനകത്ത് ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ അത് മിസ്സായാൽ എടുത്ത സാധനങ്ങൾ തിരിച്ചു വെക്കണമെന്നാണ്. അതെന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനും അതിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർമാരുടെ ചുമതലയാണ്. അത് കൃത്യമായി ചെയ്യാത്ത ആരാണ്? അവർക്ക് നടപടി സ്വീകരിക്കാൻ വേണം. കുടുംബം ഇനി അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്, സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് സുമയാക്ക് ഗവൺമെന്റ് ജോലി തീർച്ചയായും കൊടുക്കണം. ഇനി ഒരു PSC ടെസ്റ്റ് എഴുതാനുള്ള മാനസിക അസ്വസ്ഥതയിലാണ്. മാനസികമായിട്ട് അത് സാധിക്കില്ല എന്നാണ് സുമയുടെ അറിവ്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് കുടുംബത്തിന്റെ ആവശ്യം പരിഹരിക്കുമെന്നാണ് വിശ്വാസം. ഇല്ലെങ്കിൽ കുടുംബം നിയമപരമായിട്ടും അതോടൊപ്പം തന്നെയാണ് സമരവുമായിട്ട് മുന്നോട്ട് പോകും.